മുഖ്യമന്ത്രി താനൂരിൽ സംസാരിക്കുന്നു. അതിലേക്ക് സർക്കാരാണ്, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലാകെയുള്ള പ്രശസ്തരായ ധനവിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഭരണസമിതിയും ഉപദേശ സമിതിയും അതിനുണ്ട്. അങ്ങനെയാണ് കിഫ്ബി പ്രവർത്തിച്ചു വരുന്നത്. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ ഫണ്ട് ലഭ്യമാകുന്നതിന് സാധാരണ നിലയിൽ റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ തരത്തിൽ ഫണ്ട് ലഭ്യമാക്കാനാവും. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. ഇതിന് സാധാരണ നിയതമായ മാർഗങ്ങളുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇത്തരം ഫണ്ടുകൾ ലഭ്യമാക്കാനുള്ള ഒരു സ്രോതസ്സ്. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനി. ആ കമ്പനി ഒരു അല്ലറ ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. ഏറ്റവും സമ്പന്നതയുള്ള കമ്പനികളിൽ ഒന്നാണ്. എത്രയാ അവരുടെ ആസ്തി? $300 ബില്യൺ. നമ്മളെ പണത്തിൻ്റെ കാര്യത്തിൽ കണക്ക് കൂട്ടിയാൽ 21 ലക്ഷം കോടി രൂപ. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഫണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിഫ്ബിയുടെ വ്യവസ്ഥയനുസരിച്ച് ഫണ്ട് വാങ്ങാൻ ഫണ്ട് തരാൻ അവർ സന്നദ്ധമായി. അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അവരും തമ്മിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കിഫ്ബി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ് ഞങ്ങളുടെ പലിശ. ആ പലിശ ഈ കഴിഞ്ഞൊരു വർഷം ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കടം വാങ്ങുന്നതിന് നൽകുന്ന പലിശയിൽ ഏറ്റവും കുറഞ്ഞതാണ് കിഫ്ബി നിശ്ചയിച്ച പലിശ നിരക്ക്. അതാണ് നാം കാണേണ്ട മറ്റൊരു വസ്തുത. അതും റിസർവ് ബാങ്കുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന കനേഡിയൻ കമ്പനി വരാൻ പോകുന്നത്. ഇപ്പോൾ കനേഡിയൻ കമ്പനി ഈ ഫണ്ട് നൽകാൻ തയ്യാറായപ്പോൾ ഉടനെ പ്രതിപക്ഷ നേതാവും BJPയുടെ ചിലരും ഒന്നിച്ച്, സാധാരണ അങ്ങനെയാണ്, ഈ BJPയും പ്രതിപക്ഷ നേതാവും എപ്പോൾ ഒന്നിച്ചാണ് കാര്യങ്ങൾ പറയുക. അങ്ങനെയൊരു നിലയുണ്ട് അതിൽ. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞു,
ഇവരെന്ന് ഫണ്ട് വാങ്ങിയത് മഹാകുറ്റാണ്. എന്താ മഹാകുറ്റം? അവർ SNC ലാബിന് ഫണ്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ വേണമല്ലോ. ഞാൻ പോട്ടെ, നമ്മുടെ ഈ രാജ്യത്തെ അനുഭവം എടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പല ഇടപാട് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്നുണ്ട്. നീരവ് മോദിക്ക് ഫണ്ട് കൊടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയാൽ നീരവ് മോദിയിൽ നിന്ന് വാങ്ങലാകുമോ? അത് നീരവ് മോദിയായിട്ടുള്ള ബന്ധമാകുമോ? വിജയ് മല്യക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് കൊടുത്തെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് വിജയ് മല്യയുമായി ബന്ധപ്പെടുന്നതിന് തുല്യമാകുമോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് വാങ്ങിയാൽ? എന്തൊരു വിദണ്ഡവാദമാണെന്ന് നോക്കണം. ഇതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് ചെലവഴിക്കുന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ് നിഫ് അടക്കമുള്ള ധാരാളം ഏജൻസികൾ ഈ കമ്പനിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ അടുത്ത് ഫണ്ട് ധാരാളമുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഉപകരിക്കുന്ന ഒരു ഫണ്ട് വാങ്ങുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യമേ ഉള്ളൂ അതിൽ. ഒന്ന്, കേരളം എപ്പോഴും ഒരു വിവാദത്തിൻ്റെ സ്ഥലമാക്കി മാറ്റണം. പിന്നെ വികസനം തടയണം. ഇത് രണ്ടും ഒരു ദിവാസ്വപ്നം മാത്രമാണ് കേട്ടോ. ഏത് തരത്തിലുള്ള വിവാദം ഉയർത്തിയാലും വികസനത്തിൻ്റെതായ വഴിക്ക് പോകും. വികസനം തടഞ്ഞു കളയാമെന്ന് വിചാരിക്കണ്ട. അത് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. വിവാദങ്ങൾ കൊണ്ട് നാടിൻ്റെ വികസനത്തെ തടയാമെന്ന് കരുതണ്ട. അതാണ് യഥാർത്ഥ ഉദ്ദേശം. അത് നാട് തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പൂർണ്ണ ബോധ്യവുമുണ്ട്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അപ്രതീക്ഷിതമായ മഹാപ്രളയം വന്നത്. വലിയ ദുരന്തം ആ ഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചു. നമ്മളതിനെ നല്ല ഐക്യത്തോടെയും ഒരുമയോടെയും നേരിട്ടു. എല്ലാ കോണുകളിൽ നിന്നും അത് പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ രാജ്യവും ലോകവും നാം കാണിച്ച ഒരുമയെ വലിയ തോതിൽ പ്രശംസിച്ചു. വലിയ പ്രശംസ. ആ പ്രശംസ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ടല്ലോ, അവർക്കത് അത്ര രുചിച്ചില്ല. അങ്ങനെ പ്രശംസ നമുക്ക് വരാൻ പാടുണ്ടോ? ഇതെങ്ങനെയെങ്കിലും മാറ്റണ്ടേ? ഇതായി ചിന്ത. ഇതാണ് നമ്മുടെ മലയാള മനോരമ പത്രം ഇതേ വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ്. ഇന്ന് പറഞ്ഞത് മാനസിക രോഗികൾ അതിന് നിർത്തുന്നതാണ്. ഞാൻ മാനസിക രോഗികളെന്ന് ഇവരെ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഇതേ വാചകമാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ മാനസിക രോഗം എന്ന വാക്കേ പറയാൻ പോയില്ല. മലയാള മനോരമക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞങ്ങളെ UDF എതിർക്കുന്നുണ്ട്, ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ അതിനവർ കള്ളങ്ങളൊന്നും പടച്ചുണ്ടാക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ അവർ ശ്രമിക്കും. നിങ്ങൾ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരേറ്റെടുക്കും. നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രധാന ജോലി ആ കള്ളങ്ങൾ
അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കലാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുകയാണ്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യിൽ ഈ ലേഖകന്മാർ എഴുതുന്ന എഴുത്ത് മാത്രമല്ലല്ലോ, ലേഖകന്മാർ എഴുതുമ്പോൾ തെറ്റിപ്പോയി എന്ന് വരാം, ചിലപ്പോൾ വാചകം മാറിപ്പോയി എന്ന് വരാം. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ ക്യാമറയും മറ്റു കാര്യങ്ങളും. അതിനകത്ത് ഞാൻ പറഞ്ഞ വാചകം ഉണ്ടാവുമല്ലോ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ പ്രദർശിപ്പിക്കുക. മാനസിക രോഗിയെന്ന് ഞാൻ പറഞ്ഞു എന്ന്. മര്യാദ കാണിക്കണം കേട്ടോ, ഏതിനും ഒരു മര്യാദ വേണം. നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളെ കണക്കൂട്ടലിനെല്ലാം അപ്പുറം പോവുകയാണ്. നിങ്ങൾ പടച്ചുണ്ടാക്കുന്ന കണക്കുകൾക്കനുസരിച്ചല്ല കേരളത്തിലെ ജനങ്ങൾ സീല് പതിക്കുന്നത്. അത് നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇത് ഇന്ന് മനോരമയുടെ റിപ്പോർട്ടും അവരുടെ ഫ്രണ്ട് പേജിലെ ചില കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ പ്രത്യേക മാനസികാവസ്ഥയുള്ളവർ അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നായി. ആ പ്രത്യേക മാനസികാവസ്ഥ എന്താണെന്നൊരു വിശദീകരണം വേണോ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കിഫ്ബിക്കെതിരെയുള്ള ആരോപണം. അതാ പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമാണ്. നാട് വിവാദത്തിൽപ്പെടണം, വികസനം തടയണം, ആ ഉദ്ദേശമാണ്. ആ മാനസികാവസ്ഥയുള്ളവർക്ക് രുചിക്കുന്നല്ല, നാടാകെ ഒന്നിച്ചു നിൽക്കുന്നു, വലിയ ഐക്യം, വലിയ ഒരുമ രൂപപ്പെടുന്നു, തങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നു. അങ്ങനെ പോയിക്കൂടാ. എന്തു ചെയ്തു? അപ്പോൾ ഒരു പുതിയ കഥ അവതരിപ്പിച്ചു ജനങ്ങളോട്. ഇത് പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമല്ല, മനുഷ്യനിർമ്മിതമാണ്. സർക്കാരാണ് ഇതിന് ഉത്തരവാദി. വമ്പിച്ച പ്രചരണം അസംബ്ലിയിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു. അസംബ്ലിയിലും മറുപടി പറഞ്ഞു, പുറത്തും മറുപടി പറഞ്ഞു. പിന്നെ ആ പറഞ്ഞവരുടെ നാക്കനങ്ങിയിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ ചെറിയ തോതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാവുമോ എന്നൊരു ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താ വസ്തുത? ഈ പ്രളയകാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ഏജൻസി നമ്മുടെ രാജ്യത്തിലെ ദേശീയ ജലവിഭവ കമ്മീഷനാണ്. അതിലാണ് വിദഗ്ധരൊക്കെ ഉള്ളത്. അവരുടെ ഒരു വലിയ സംഘം, ഒട്ടേറെ വിദഗ്ധർ ഉൾക്കൊള്ളുന്നൊരു സംഘം ഇവിടെ എത്തി. ആ സംഘം ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമല്ല. ഇതിൻ്റെ തുടർച്ചയായി മദ്രാസ് IIT വലിയ വിദഗ്ധ സംഘം അവരുടേതും വന്നു. അവരും അതേ അഭിപ്രായം പറഞ്ഞു. അവസാനം ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം അവരെത്തി എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. എന്നിട്ട് അവരും പറഞ്ഞു, ഇത് പ്രകൃതി ദുരന്തമാണ്, മഹാമാരിയാണ് ഉണ്ടായത്, മനുഷ്യനിർമ്മിതമല്ല. മാത്രമല്ല, ഇവരെല്ലാവരും ആ പ്രളയത്തെ നാം നേരിട്ട രീതിയെ വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, കേരളത്തിലെ നദികൾക്ക് ഉൾക്കൊള്ളാനാവുന്ന, താങ്ങാനാവുന്ന വെള്ളത്തിൻ്റെ കണക്കുണ്ട്. അത് 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. നമ്മുടെ കേരളത്തിലെ നദികൾക്ക് ആകെ താങ്ങാവുന്നത് 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളം. ഈ ദിവസങ്ങളിൽ
അതായത് ആഗസ്റ്റ് 14 ശേഷം പെരുമഴയാണല്ലോ ഇവിടെ ഉണ്ടായത്, മഹാമാരിയാണല്ലോ. ആ ദിവസങ്ങളിൽ ഒഴുകിയെത്തിയത് 14,000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. അതായത് 2280 ദശലക്ഷം താങ്ങാനാവുന്ന നദികളിൽ 14,000 ദശലക്ഷം ഘനമീറ്റർ ഒഴുകിയെത്തി. ഈ 2280 മേലെയുള്ളതെല്ലാം അതിൻ്റെതായ വഴിയിൽ പോയി. അതാണ് പ്രളയം സൃഷ്ടിച്ചത്. ഇവിടെ നാം കാണേണ്ടത്, ആ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അണക്കെട്ടുകൾ കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അണക്കെട്ടുകളിലെ കുറേ വെള്ളം തടഞ്ഞു വെക്കുകയാണ്, അണക്കെട്ടുകൾ കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വരും, മഹാദുരന്തമായിട്ട് മാറുമായിരുന്നു. ഇവിടെ ആഗസ്റ്റ് 13 മുതൽ 19 വരെ കേരളത്തിലുണ്ടായ മഴ, നമുക്ക് ലഭിക്കേണ്ട മഴയിൽ ശരാശരി വർധനവ് ആ ഘട്ടത്തിൽ ഉണ്ടായത്, ആകെ വർധനവ് 362% കേരളത്തിലുണ്ടായ വർധനവ്. എന്നാൽ ഇടുക്കിയിൽ മാത്രം 568% വർധനവുണ്ടായി. ആ ദിവസങ്ങളിൽ അതായിരുന്നില്ലേ സ്ഥിതി? ഇതോടൊപ്പം മറ്റൊരു പ്രതിഭാസമുണ്ടായി. കടല് അഭൂതപൂർവമായ വേലിയേറ്റം ആ ഘട്ടത്തിലുണ്ടായി. അത് ആഗസ്റ്റ് 10 മുതലാണ്. അസ്വാഭാവികമായ വേലിയേറ്റം. എന്താ അതിൻ്റെ ഫലം? ഇങ്ങനെയുള്ള വെള്ളം അവിടത്തേക്കാണല്ലോ പോണ്ടത്. ആ പോകാൻ പറ്റാതെ ഈ വേലിയേറ്റത്തിൻ്റെ ഭാഗമായി അതിന് തടസ്സം വന്നു. ഭാഗ്യത്തിന് അത് സർക്കാർ വരുത്തി വെച്ചതാണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ദുരന്തത്തിൻ്റെ അവസ്ഥ. ഈ ദുരന്തം നേരിട്ടപ്പോൾ അതിൽ കരഞ്ഞിരിക്കാനല്ല നമ്മൾ തയ്യാറായത്. നമുക്ക് നമ്മുടെ നാട് വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ഈ നാടിൻ്റെ ദുരന്തം അത് എത്രയോ കാലമെടുത്ത് പരിഹരിക്കുക എന്നുള്ള നിലക്കല്ല ചിന്തിച്ചത്. സമയബന്ധിതമായി പരിഹാരം കാണണം. കൂടുതൽ ഉയരങ്ങളിലേക്ക് കേരളത്തെ ഉയർത്തണം. പുനർനിർമ്മാണം. ഇനിയൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ അതിജീവിക്കും വിധമുള്ള കേരളമാവണം. ഇതാണ് പുനർനിർമ്മാണത്തിൽ നാം ലക്ഷ്യമിട്ടത്. നമുക്ക് സഹായം വേണമല്ലോ. നമ്മുടെ ഫണ്ട് അധികം ഉള്ളവരല്ലല്ലോ, നമ്മളെ ഖജനാവ് അത്ര ശക്തമല്ലല്ലോ. സാലറി ചാലഞ്ച്, എല്ലാവരും അതുമായി സഹകരിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ കൂട്ടർ, ആ പ്രത്യേക മാനസികാവസ്ഥക്കാർ അത് എതിർത്തു, കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആരെങ്കിലും ചെയ്യൂ ഇതുപോലൊരു കാര്യത്തിന്? വേറൊന്ന്, നമ്മുടെ കേരളത്തിന് ഏറ്റ ദുരന്തം തങ്ങൾക്കേറ്റ ഒരു മഹാദുരന്തമായി കണക്കാക്കുന്ന രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളുടെ ഹൃദയത്തിലായിരുന്നു കേരളത്തിന് സ്ഥാനം. അവരെ കൈയയച്ച് സഹായം നൽകാൻ തീരുമാനിച്ചു. സഹായം സ്വീകരിക്കാൻ അധികാരമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾക്ക് സഹായം വേണ്ട. ഇതെല്ലാം പാരയായിരുന്നു, പുനർനിർമ്മാണത്തിന് നേരെ വന്ന പാര. പക്ഷേ ഏത് പാര വന്നാലും നമുക്ക് നമ്മുടെ നാടിനെ പുനർനിർമ്മിച്ചേ മതിയാവൂ. ആ പുനർനിർമ്മാണ പ്രക്രിയയിൽ തന്നെയാണ് കേരളം ഏർപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ ഔന്നത്യത്തിലേക്ക് കേരളത്തെ ഉയർത്തുക, ഒരു നവകേരളം സൃഷ്ടിക്കുക. അതിന് നാടും നാട്ടുകാരും
ഐക്യത്തോടെയും ഒരുമയോടെയും മുന്നോട്ട് നീങ്ങുക. അങ്ങനെ നമുക്ക് നവകേരളം സൃഷ്ടിക്കാനാവും. ഇതെല്ലാം നാം കാണേണ്ടത് ബദൽ നയം കേരളത്തിലെ LDF നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബദൽ നയം എന്തുകൊണ്ട് പ്രധാനം എന്നതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിൽ നിന്നാകെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയാണ് വിജയിപ്പിച്ചയക്കേണ്ടത്. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അവരുടെ ആരുടെയും കാല് ഇടറില്ല, വർഗീയതയുടെ പക്ഷത്തേക്ക് ചായില്ല. ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും അതിൽ വഴങ്ങില്ല. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ PV അൻവർ നിയമസഭാംഗമെന്ന നിലയ്ക്ക് ഇതിനകം തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറിയതാണ്. ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെ മണ്ഡലത്തിലെ ജനങ്ങളും വോട്ടർമാരും അൻവറെ ഹൃദയത്തിലേറ്റു വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ PV അൻവറെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. വിശദമായ വാർത്തകളിലേക്ക്. കിഫ്ബിയിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കിഫ്ബി മസാല ബോണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചെന്ന് മുഖ്യമന്ത്രി. 21 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാണ് പദ്ധതിയുടെ ഭാഗമായത്. നാടിന്റെ വികസനത്തെ തടയാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ദിവാസ്വപ്നം മാത്രമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട്. വിശദാംശങ്ങളുമായി സോലിക് ചേരുന്നു. സോലിക്, രൂക്ഷമായ ഭാഷയിലാണ് കിഫ്ബിയിലടക്കം പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർബൻ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കിഫ്ബി നടക്കില്ലെന്ന് പറഞ്ഞവർ എവിടെ പോയി എന്ന് ചോദിച്ചായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിലേക്ക് കടന്നത്. 2 വർഷം മാത്രമാണ് പിന്നിട്ടത്. അപ്പോഴേക്കും 42,000 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് കിഫ്ബി പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഫണ്ട് വിനിയോഗത്തിന് കർശനമായ നടപടികളുണ്ട്. ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള ഒരു വഴി മാത്രമാണ് മസാല ബോണ്ട്. കിഫ്ബി വിലപേശിയല്ല ഇതൊന്നും നടപ്പാക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. കിഫ്ബിക്ക് വേണ്ട പലിശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. കനേഡിയൻ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന 21 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനിക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. ലോകത്ത് തന്നെ നമ്പർ 1 സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കനേഡിയൻ കമ്പനിയും നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടക്കുന്നത്. കിഫ്ബി ലഭിക്കേണ്ട പലിശ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ BJP നേതാവും പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ നേതാവും
ഒന്നിച്ചാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഇക്കാര്യത്തിൽ ഇവർ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഇവർക്ക് ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. SNC ലാബിലിന് ഫണ്ട് കൊടുത്തെന്നാണ് ഇവർ പരാതി പറയുന്നത്. ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളം വിവാദത്തിന്റെ സ്ഥലമാക്കി മാറ്റാനും വികസനം തടയാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. അത് വെറും ദിവാസ്വപ്നം മാത്രമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിവാദമുണ്ടാക്കി വികസനം മുടക്കാൻ ആരും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി വീണ്ടും ഓർമ്മിപ്പിച്ചു. നീരവ് മോദിക്ക് ലോൺ നൽകിയത് സ്റ്റേറ്റ് ബാങ്ക് ആണ്. എന്നാൽ സ്റ്റേറ്റ് ബാങ്കിൽ ഇടപാടിന് പോയാൽ നീരവ് മോദിയുമായി ബന്ധമുണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു. ഇല്ലാത്ത കാര്യങ്ങളാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രചരിപ്പിക്കുന്നത്. പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ് ഇതിന് പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചതിനെ മാനസിക രോഗി എന്ന് വിളിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മര്യാദ വേണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രത്യേക മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് ഇത്തരം വിവാദമുണ്ടാക്കലും വികസനം തടയലുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനോരമ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ലേഖകൻ എഴുതി കൊടുത്തത് മാത്രമല്ലല്ലോ കയ്യിലുണ്ടാവുക, ഇത് റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുകയില്ലേ, അത് പ്രദർശിപ്പിക്കണമെന്നും ആ വീഡിയോ കാണിക്കണമെന്നും മുഖ്യമന്ത്രി പരസ്യമായി വെല്ലുവിളിച്ചു. നിർഭൻ സോലിക് വിവരങ്ങൾ വ്യക്തമാണ്. കിഫ്ബിയിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കിഫ്ബി മസാല ബോണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 21 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാണ് പദ്ധതിയുടെ ഭാഗമായത്. നാടിന്റെ വികസനത്തെ തടയാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ദിവാസ്വപ്നങ്ങൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് മലപ്പുറത്ത് നിന്ന് സോലിക് നൽകിയത്.